നമ്മുടെ കുടുംബശ്രീ ഷോ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അപ്പോൾ നാളെ കാണുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസ് ഷെയർസ് ലൈസിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ശ്യാമയുടെ കള്ളത്തരങ്ങൾ പൊളിയുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ സത്യമോളും പപ്പിമോളും ഒരുമിച്ചെന്ന് സംസാരിക്കുന്ന റൂമി. അപ്പോൾ അതേ പപ്പിയോട് പറയുന്നുണ്ട്, അച്ഛനെ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ സ്വപ്നത്തിൽ വരുന്ന അച്ഛനെ എപ്പോഴും ബിഗ് ഫ്രണ്ടിനെ അതേ രൂപം, അതുകൊണ്ട് എനിക്ക് ബിഗ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമെന്നൊക്കെ നമ്മുടെ സത്യമോൾ പറയുമ്പം ഇത് കേട്ട് നമ്മുടെ പപ്പിമോൾക്ക് ഇച്ചിരി സങ്കടമാണ്. കാരണം സത്യം ഇത്രയും സങ്കടപ്പെടുന്നത്. പക്ഷേ എന്നാലും എനിക്ക് അറിയാമല്ലോ സത്യങ്ങളൊക്കെ. വിഷ്ണു അച്ഛനാണ് സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യയ്ക്ക് എന്ത് സന്തോഷമാണ്. എന്നിട്ട് പറയാൻ പറ്റുന്നല്ലോ പറയാനാ, ഞാൻ ചേച്ചിയമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തതല്ലേ, സത്യയോട് പറയത്തില്ല, ചേച്ചിയമ്മ പറയുന്നവരെ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ഒന്ന് മേടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് ശാലിക്ക് ചെയ്ത് കൊടുത്ത സത്യമൊക്കെ എന്താണ് പപ്പിമോൾ അവിടെ ഓർക്കും. അപ്പം പപ്പിമോൾ ഇങ്ങനെ സത്യം തന്നെ നോക്കിക്കുമ്പോൾ, നീ എന്താ പപ്പി എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് നമ്മുടെ സത്യമോൾ ചോദിക്കുമ്പം, ഒന്നുമില്ല, വെറുതെ നോക്കിയാൽ ഞാൻ ആലോചിക്കുമെന്നേ, നമ്മളാണ് ഈ കല്യാണം മുടക്കിയെന്ന് അറിയുമ്പോൾ വിഷ്ണുവച്ചനെ ഒത്തിരി സന്തോഷമാവും അല്ലേ. ആ പിന്നെ ശരിക്കും സന്തോഷമാവും. എന്നിട്ട് ബിഗ് ഫ്രണ്ട് ചിലപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നേരെ സത്യഭാമയുടെ വീട്ടിൽ നമ്മുടെ പൊന്നിച്ചേച്ചി എന്താണ് മുറ്റത്തൊക്കെ ഇറങ്ങി പപ്പിമോൾ എന്താണ് അന്വേഷണം നടക്കുവാണ്. അപ്പം പപ്പിമോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ലാസ്റ്റ് പപ്പിമോൾ ഒറ്റയ്ക്ക് കിടക്കുന്ന റൂമുണ്ടല്ലോ. അപ്പോൾ ആ റൂമിൽ വന്ന് നോക്കുമ്പം എന്താണ് പുതച്ച് മൂടി കിടക്കുന്ന പില്ലോ ആണ് ഇങ്ങനെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുന്നത്. അപ്പോഴത്തേക്കും ആദ്യം പൊന്നിച്ചേച്ചി വിചാരിക്കുന്നത്, ഇത്ര നേരത്തെ കിടന്നുറങ്ങിയോ, മോളെ എണീറ്റ് വാ, പപ്പിമോളെ വാ, വന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിട, അല്ലെങ്കിൽ അത് മതി സത്യാമ്മയ്ക്ക് ഇന്ന് മൊത്തം എന്നെ ചീത്ത പറഞ്ഞ് കണ്ണ് പൊട്ടിക്കാനായി, പിള്ളേരെ നേരത്തെ കിടത്തി ഉറക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിനാക്കി ഇന്ന് വഴക്കേക്കുന്നത്. വാ മോളെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, ഇന്ന് ഇത്ര നേരത്തെ തന്നെ പൊതിച്ച് കിടന്നോ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊന്നിച്ചേച്ചി എന്താണ് അത് കുഞ്ഞാന്ന് വെച്ച് തന്നെ ആ ഒരു തലാണിയൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നിച്ചേച്ചിക്ക് ഒരു സംശയം വരിക. എന്നിട്ട് പൊന്നിച്ചേച്ചി ആ ഒരു ബെഡ്ഷീറ്റ് മാറ്റുമ്പം കാണുന്ന കാര്യം എന്ന് പറയുമ്പം കുറേ തലണിയും അതുപോലെ തന്നെ ബാക്കി ബെഡ്ഷീറ്റൊക്കെ കറക്റ്റ് പപ്പിമോളുടെ അതേ സൈസിന് തക്ക രീതിക്ക് അത് പപ്പിമോൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോലെ ഒരു സൂത്രം ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം പൊന്നിച്ചേച്ചിക്ക് അപ്പോഴേ ഒരു ഡൗട്ട് തോന്നി, എന്തോ പന്തികേടുണ്ട്, മോളെ കാണുന്നില്ല. നേരെ ശ്യാമയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ശ്യാമയുടെ പറയുമ്പോൾ മോളെ കാണുന്നില്ല. അത് അവൾ അവിടെ എങ്ങാനും കാണും പൊന്നിച്ചേച്ചി. ചിലപ്പോൾ അവളുടെ ഒരു പാവയുണ്ടല്ലോ, ആ പാവയും കൊണ്ട് തന്നെ അവൾ ആ ഒരു ടെറസിൻ്റെ ഭാഗത്തൊക്കെ ഇരിക്കുന്ന കാണാം. അവിടെയൊക്കെ നോക്ക്, ഞാൻ അവിടെയൊക്കെ നോക്കിയ കുഞ്ഞേ, എന്നാൽ ഞാൻ ഒന്നും കൂടെ നോക്കാം കേട്ടോ. പിന്നിച്ചേച്ചി എന്താണ് അവിടെയൊക്കെ മുറ്റത്തൊക്കെ പോയി നോക്കുക. ഈ ശ്യാമ പറഞ്ഞ സ്ഥലത്തും ആ ബാൽക്കണിയിലെല്ലാം നോക്കുമ്പോഴും കുഞ്ഞിനെ അവിടെ ഒന്നും കാണില്ല. അങ്ങനെ ശ്യാമയോട് ഒന്ന് പറയുമോ, കുഞ്ഞിനെ ഞാൻ അവിടെയൊക്കെ നോക്കി, പപ്പിമോളെ ഇവിടെ എങ്ങും കാണാനില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്യാമയ്ക്ക് രക്ഷ, അയ്യോ എൻ്റെ കുഞ്ഞ് എവിടെ പോയതായിരിക്കും, ആ കാർത്തികയ്ക്ക് ഇതിൻ്റെയൊക്കെ പിറകിലൊക്കെ അവൾ എൻ്റെ മുന്നേ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം അറിയോ ഈ ഇടയായിട്ട് ഉപദ്രവിക്കുന്നത്. ഇന്ന് അവളെ കുറേ വഴക്ക് വന്നു, എൻ്റെ കുഞ്ഞ് പേടിച്ചിരിക്കുമെന്ന്, അവൾ തന്നെയാക്കി എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും മാറ്റി വെച്ചിരിക്കുന്നത് പൊന്നിച്ചി എന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കുമ്പോഴത്തേക്കും പൊന്നിച്ചി സമാധാനിപ്പിക്കുക, കുഞ്ഞ് ഇവിടെ തന്നെ റൂമിൽ ഇരിക്കണേ, ഞാൻ എല്ലാവരോടും പോയി പറയാം, നമുക്ക് ഇവിടെയൊക്കെ മുറ്റത്തും പുറത്തും എല്ലാം അന്വേഷിക്കാമെന്ന്, ഇവിടെ എങ്ങാനൊക്കെ കാണുമെന്ന് നോക്കാമല്ലോ. പക്ഷേ കുഞ്ഞെ പുറത്തേക്ക് ഇറങ്ങി വരല്ലേ ശ്യാമക്കുഞ്ഞ്, അഥവാ ശ്യാമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യാമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ കള്ളക്കളി അതോടെ പൊട്ടുമെന്ന് ഒന്ന് ഉപദേശം കൊടുത്തിട്ടാണ് പൊന്നിച്ചി ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കാണിക്കുന്ന നേരെ സത്യമോളും പപ്പിമോളും തമ്മിൽ സംസാരിക്കുന്നത് കാണിക്കുന്നത്. അപ്പം ഇന്ന് രാത്രി മൊത്തം ഇവിടെ തന്നെ എന്താണ് ഒളിച്ചും പതുങ്ങിയും കഴിയണമല്ലോ, ഇതിന് എന്തൊക്കെ കള്ളത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ്മ അത്താഴം വിളമ്പി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്താഴം വിളമ്പാന്നത് നേരെ എന്താണ് വന്ന് ഇരുന്നിട്ട് ചോദിക്കുകയാണ്, ഇന്ന് എന്ത് ചെയ്യേ, ആദ്യം തന്നെ വന്ന് സ്ഥാനം പിടിക്കുന്ന ആളെ കണ്ടില്ലല്ലോ ഇവിടെ സ്ഥലം പിടിക്കാൻ. അപ്പം സത്യമോളെ കുറിച്ച് പറഞ്ഞത്. അപ്പം സത്യമോൾ അവിടെ വന്നില്ല, അവിടെ തന്നെ ശാലി നിൽപ്പുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അപ്പം എന്താണ് സത്യമോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താണ് കുഞ്ഞ് ചിലപ്പം പഠിച്ചുകൊണ്ടിരിക്കുമോ അല്ലെങ്കിൽ പാവ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ശാരദാമ്മ അതുപോലെ ഗോപാലട്ടും രണ്ടുപേരും രണ്ട് അഭിപ്രായം പറഞ്ഞൊരു തർക്കത്തിനകത്ത്. അപ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ സത്യമോൾ എന്താണ് എന്നെ വിളിക്കുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ലല്ലോ. സത്യമോൾ പറയുന്നുണ്ട്, പപ്പി ഇവിടെ നീ മിണ്ടാണ്ടിരിക്കണേ, ആരും വന്നാൽ എന്താണ് നീ കഥ തുറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നേരെന്താണ് പപ്പിമോൾ അവിടെ ഇരുത്തിയിട്ട് സത്യമോൾ പുറത്ത് വരും. അപ്പോൾ സത്യമോൾ വരുന്നതും ഇന്ന് നിൻ്റെ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇത്രയും നേരം കൂടെ അടി കൂടൊക്കെ വരുന്നത്. അപ്പം ഗോപാലട്ടൻ ചോദിക്കുകയാണ്, മോൾ ഇത്രയും നേരം ആരുടെ കൂടെ, അയ്യോ ദൈവമേ എല്ലാം പെട്ടോ, എന്തെങ്കിലും കള്ളത്തരം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യമോൾ പേടിക്കുക. കാരണം പപ്പിമോളുടെ കൂടെ ആയിരുന്നെന്ന് എങ്ങാണ്ട് അറിഞ്ഞോ. അപ്പോഴത്തേക്കും ചോദിക്കുമോ, നിൻ്റെ പേരും പറഞ്ഞുള്ള തർക്കം ഇവിടെ നടക്കുന്നത്, മോൾ പറ, മോൾ ആരുടെ കൂടെ ആയിരുന്നു, മോൾ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ കൂടെ ആയിരുന്നോ അതോ കളിക്കുന്ന കളിപ്പാവയുടെ കൂടെ ആയിരുന്നോ. അപ്പോഴത്തേക്കാണ് സത്യമൊക്കെ ഒരു ആശ്വാസം, ഇതായിരുന്നു കാര്യം, മനുഷ്യൻ അങ്ങ് പേടിച്ച് പോയില്ലേ അങ്ങ്. എന്നിട്ട് കുറേ നേരം ആലോചിക്കുമ്പോൾ ശാലിയൊക്കെ, എന്തുകൊണ്ട് നീ ആലോചിക്കുന്നത്, എന്തെങ്കിലും കുസൃതി ഒപ്പിക്കാനോ. അല്ല അമ്മേ, ഞാൻ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ, ഞാൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു, കാരണം നല്ലപോലെ പഠിച്ചാലേ അമ്മയെപ്പോലെ വലിയ ഓഫീസർ ആവാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ശാരദ പറയുന്നത്, അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, എൻ്റെ മോക്ക്
പഠിത്തത്തിൻ്റെയും വിവരത്തിൻ്റെയും കാര്യമൊക്കെ അറിയാം. ഈ മുത്തശ്ശന് അതൊന്നും അറിയില്ല. മുത്തശ്ശന് പിന്നെ പിള്ളേരുടെ പഠിത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ എന്നൊരു കളിയാക്കുമ്പോഴത്തേക്കും ശാലിനിയും ഗോപാലനൊക്കെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ നോക്കി രണ്ടുപേരും കൂടെ അങ്ങ് ചിരിക്കുവാണ്. ആ സമയത്തേക്ക് എന്താണ് നമ്മുടെ സത്യമോള് അവിടുത്തെ ടേബിളിൽ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് എടുത്ത് സ്വന്തമായിട്ട് അങ്ങ് ഫുഡ് വിളമ്പാ. എന്തിനാണെന്നറിയോ? റൂമിൽ കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോഴത്തേക്കും ശാരദ പറയുന്നു, ഇതെന്താ സ്വന്തമായിട്ട് വിളമ്പുന്നോ? ഞാൻ വിളമ്പി തരാം. ശാരദാമ്മേ, ഞാൻ നല്ല വളർന്ന് വലിയ കുട്ടിയായില്ലേ, ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേടി, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞാൽ ശാരദാമ്മ അങ്ങ് വിളമ്പും. അപ്പോൾ ശാരദാമ്മ വിളമ്പി കൊടുത്തപ്പം കുഞ്ഞിനെ കഴിക്കാനുള്ള അളവിനേ ഉള്ളൂ. അപ്പോൾ ഈ പ്ലേറ്റ് കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ റൂമിൽ കൊണ്ടുവച്ചൊന്ന് കഴിച്ചോളാം കേട്ടോ, ഇഷ്ടംപോലെ പഠിക്കാനും കാര്യത്തിനൊക്കെ ഉണ്ട്. അപ്പം ശാലിനി പറയോ, അതൊന്നും വേണ്ട, ഇവിടെ നിന്ന് കഴിച്ചാൽ മതി, ഇനി അവിടെയും കൂടെ വൃത്തികേടാക്കി ഇടാനാണോ? അല്ല അമ്മേ, ഞാൻ ഒരു പറ്റ് പോലും താഴെ വീഴാതെ നല്ലപോലെ കഴിച്ചോളാം, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോഴത്തേക്കും ശാരദ പറയുന്നു, ആ സാരമല്ല മോളെ, എവിടെയാണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിച്ചെന്ന് പറയുമ്പം ശാലി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഇവിടെ ടേബിളിൽ ഇരുന്ന് തന്നെ കഴിച്ചാൽ മതി. അപ്പോൾ സത്യം പറയാം, പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ അമ്മേ? ഓ ഓ എനിക്കറിയാം, അവിടെ പാവയുടെ കൂടെ കൊണ്ടുവച്ച് ഈ ഫുഡും വെച്ച് അവിടെ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ലാസ്റ്റ് ശാരദ പറയുന്നുണ്ട്, അവൾ എവിടെയാണെന്ന് വെച്ചാൽ പോയിന്ന് കഴിക്കട്ടെ ശാലിനി, 2 പറ്റ് കുഞ്ഞിൻ്റെ വയറ്റിൽ പോയാൽ പോരെ. നീ അഥവാ അവൾ അവിടെയൊക്കെ വൃത്തികേടാക്കിയിട്ടാൽ ഞാൻ അതൊക്കെ വൃത്തിയാക്കിക്കോളാം, നീ അതൊന്നും അറിയണ്ട. അങ്ങനെ പറ ശാരദേ, നീ ചെയ്യത്തില്ലേ? പിന്നെന്താ, കുഞ്ഞ് എവിടെയാണെന്ന് വെച്ചാൽ പോയിന്ന് കഴിക്കണം പറയുമ്പോൾ ശാലിനിയുടെ മുന്നിൽ വെച്ച് എന്താണ് ഇവർ രണ്ടുപേരും തർക്കിച്ച് കുഞ്ഞിന് സപ്പോർട്ട് പിടിക്കുക. അപ്പോൾ ശാലിനി, നിങ്ങൾ രണ്ടുപേരും അവർക്ക് സപ്പോർട്ട് പിടിച്ചല്ലോ, എന്നിട്ട് സത്യമോള് പാത്രം കൊണ്ട് പോകുന്നില്ല, ഇനിയിപ്പോൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അതെ, വളരുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ നല്ലപോലെ ഭക്ഷണം കഴിച്ച് പോഷകം വേണമെന്നല്ലേ പറയുന്നത്. അരി ആഹാരത്തിൽ നല്ല പോഷകമുള്ളതാണ്, എനിക്കെന്നാൽ കുറച്ചും കൂടെ ചോറ് വിളമ്പിക്കോ, ഞാൻ നല്ലപോലെ പോഷകം കഴിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് വളരട്ടെ ശാരദാമെന്ന് പറയുമ്പം എല്ലാവരും നോക്കിക്കോ, ഇതിനേക്കാളും ചോറോ? അപ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കാൻ പറയുവാണ്, നീ കൊണ്ട് കളയാൻ വേസ്റ്റ് ആക്കണല്ലേ. അപ്പം നമ്മുടെ ഗോപാലൻ പറയോ, വേസ്റ്റ് ആക്കുന്നെങ്കിൽ വേസ്റ്റ് ആക്കട്ടെ, അവൾക്ക് വേണ്ടത് അവൾ കഴിക്കട്ടെ, അവൾക്ക് വേണ്ടത് ഇച്ചിരി ചോറല്ലേ, നീ ഇട്ട് കൊടുക്കുക ശാരദേ. അപ്പോഴത്തേക്ക് ലാസ്റ്റ് എന്താണ് ശാരദാമ്മ ചോറ് വിളമ്പുക, കുറച്ചും കൂടെ ചോറ് ശാരദാമ്മ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പപ്പിക്കും കൂടെ വേണ്ട പാകത്തിന് ആവശ്യത്തിന് മേടിച്ചിട്ട് എന്താണ് കറിയും കൂടെ കുറച്ചും കൂടെ എന്താണ് മേടിക്കുക. അങ്ങനെ ലാസ്റ്റ് ഇത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ലാസ്റ്റ് അവർ പറയാം, അവളെ എവിടെയാണെന്ന് വെച്ചാൽ ഇന്ന് കഴിക്കട്ടെ, നീയും കൂടെ ഇരിക്കും ശാലിനി. ശാലിനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശാലിനിക്ക് വിളമ്പി കൊടുക്കുക. അപ്പോൾ അവർ ഭക്ഷണം ഇവിടെ കഴിക്കുമ്പം അകത്ത് റൂമിനകത്ത് നിന്ന് പരസ്പരം വാരി കൊടുത്തുകൊണ്ട് രണ്ടുപേരും കഴിക്കുക. ഞാനീ പപ്പി എന്തായാലും 2 പേർക്ക് കഴിക്കാനുള്ള പറ്റുന്ന അത്രയും ഒരു പ്ലേറ്റിൽ കൊള്ളാവുന്ന അത്രയൊക്കെ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും പരസ്പരം വാരി കൊടുത്തുണ്ടെങ്കിൽ പപ്പിയോട് ചോദിക്കുന്നുണ്ട്, സത്യം നീ ഈ റൂമിൽ ഇന്ന് രാത്രി ഒറ്റയ്ക്കല്ലേ കിടന്നുറങ്ങുന്നത്? ഒറ്റയ്ക്ക് തന്നെ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോൾ ആരെങ്കിലും വന്നു നോക്കൂ? ഇന്ന് വരെ ആരും വന്നിട്ടില്ല, ഇന്നെങ്ങാനും കഷ്ടകാലത്തിന് ആരെങ്കിലും കയറി വന്നാൽ പിടിക്കപ്പെട്ടാലോ? അത് ഞാൻ നോക്കിക്കോളാം, ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അന്നേരം ഒളിച്ചിരിക്കാം കേട്ടോ. പിന്നെ പപ്പി, നിന്നെ ഇപ്പം കാണുന്നില്ല എന്നുള്ള കാര്യം വീട്ടിൽ എല്ലാവരും അറിഞ്ഞു കാണത്തില്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. പിന്നെ എന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ സത്യഭാമയുടെ വീട്ടിൽ തിരക്കിട്ടുള്ള അന്വേഷണമാണ്. അപ്പം വിഷ്ണുവൊക്കെ പുറത്ത് പോയിട്ട് ആ ബാത്റൂമിനകത്ത് പുറത്തെ ബാത്റൂമിൽ കുഞ്ഞുണ്ടോ നോക്കാനായിട്ട് പറയുന്നത്. അങ്ങനെ എല്ലാവരും നോക്കി ഇവളെവിടെ പോയി കാണും എന്ന് എല്ലാവരും ഭയങ്കര ടെൻഷനകത്താണ്. രാഘവേട്ടും എല്ലാവരും ഭയങ്കര ടെൻഷൻ നിൽക്കുന്ന സമയത്താണ് ഈ അമ്മയ്ക്കൊരു സംശയം കേട്ടോ. കാരണം കുഞ്ഞ് പണ്ടത്തെ പോലെ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിപ്പോയതാണോ എന്നാൽ അവിടെയും കൂടെ ഒന്ന് അന്വേഷിക്കണ്ടേ എന്ന് പറഞ്ഞു തീർന്നില്ല. അപ്പോഴത്തേക്കും കാർത്തിക് ആ ഒരു സംശയത്തിനെ മുളയിലേ നുള്ളിക്കളയുവാണ്. ഇനി അങ്ങ് പുറത്തേക്ക് ആരും പോയി അന്വേഷണം ഇറങ്ങണ്ട, മിക്കവാറും പപ്പി മോള് ഇവിടെ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് സത്യഭാമയുടെ ശ്രദ്ധ അങ്ങ് തിരിക്കുന്നതും നേരെ കാർത്തിക് എന്നൊരു വിളിയായിട്ട് ഒരു വിളി കേൾക്കുമ്പോൾ എല്ലാവരും മേളിലേക്ക് നോക്കുക. ആരാ? ശ്യാമയാണ്. ശ്യാമ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്യാമ ഒരു കേടും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എല്ലാവരും അന്താളിച്ച് പോയി നിൽക്കണം. ശ്യാമയോ? ശ്യാമ 2 കാലിൽ എണീറ്റ് നിൽക്കുന്നു, ഇത് എന്താ അത്ഭുതം എന്ന് നോക്കുമ്പോഴത്തേക്കും ഈ കാർത്തികെ പിടിച്ചു. കാരണം ആ കാർത്തിക് എന്നൊരു വിളിക്കാൻ തന്നെ അറിയാം അവളെ ഇന്ന് അടിച്ച് പറ്റിക്കാൻ. അതും പറഞ്ഞിട്ട് ശ്യാമ പൊളിയായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുവാണ് ദേഷ്യത്തെ. അങ്ങനെ വന്നിട്ട് കയ്യിരുന്ന ഫോണും എടുത്ത് ആ സെറ്റിലേക്കൊന്ന് വലിച്ചു തന്നിട്ട് കാർത്തികയുടെ കൊരപള്ളിക്ക് കയറി അങ്ങ് പിടിക്കുവാണ്. എന്നിട്ട് പറയണേ, നീ പറയടേ എൻ്റെ കൊച്ചിനെ നീ ഇവിടെ ഒളിച്ചടി, നീ എൻ്റെ കൊച്ചിനെ കൊന്നോ, നീ എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്തോടി, നീ പറ, നീ എൻ്റെ കൺമുന്നിൽ വെച്ച് പറഞ്ഞല്ലേ എൻ്റെ കൊച്ചിൻ്റെ കണ്ണിനെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് നീ അല്ലേടി പറഞ്ഞത്, എന്നിട്ട് എൻ്റെ കൊച്ചിനെ അതിൻ്റെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇത് കണ്ട് എല്ലാവരും നോക്കിക്കോ കാർത്തിക് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ വിഷ്ണുവിന് കാർത്തികയെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു സ്പഷ്ടമായൊരു ക്ലിയർ പിക്ചർ കിട്ടുവാണ്. കാരണം ശ്യാമയ്ക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ, കുഞ്ഞിനെതിരെ ഇങ്ങനെ ആക്രമിക്കാൻ വന്നു എന്ന്. അങ്ങനെ ശ്യാമ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇവള് എസ്കേപ്പ് ആകാൻ പറയുക, കണ്ടോ സത്യാമ്മേ, ഞാൻ പറഞ്ഞില്ല ഇവക്ക് ഒരു കുഴപ്പമില്ല, അവളിതാ നാളെ നമ്മളൊക്കെ മനഃപൂർവ്വം വിഡ്ഢികളാക്കുമായിരുന്നു. അപ്പോഴേ സത്യഭാമ ചോദിക്കുമോ, ശ്യാമേ നീ എന്തോ ഈ കാണിക്കുന്നത്, നിനക്ക് പോയി കുഴപ്പമില്ല, അപ്പോൾ ഇത്രയും നാൾ നീ ഞങ്ങളൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ?
അമ്മയാണെങ്കിൽ സത്യാമ്മയെ സത്യാമ്മ പറഞ്ഞ് അങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് സത്യാമ്മ വീണ്ടും അങ്ങ് ഒരു ഗ്യാപ്പ് കിട്ടിയ വന്നില്ല അവരങ്ങ് തലയിൽ കയറാൻ നിൽക്കുക. തലയിൽ കയറുമ്പോഴത്തേക്ക് രാഘവേട്ടൻ പറയും, ഭാമ നീ ഇപ്പം ആ കാര്യം അന്വേഷിക്കാതെ അവളെ ചോദ്യം ചെയ്ത് നിർത്തിയിട്ട് നീ കുഞ്ഞെവിടെ പോയി ആദ്യം അത് അന്വേഷിക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് വീണ്ടും ആ ശ്രദ്ധ അങ്ങ് മാറുക. ആ ശ്രദ്ധ മാറുന്ന നിമിഷത്തിൽ നമ്മുടെ ശ്യാമ പറയുന്നുണ്ട്, അച്ഛാ ഇവക്കറിയാം അച്ഛാ, ഈ കാർത്തിക് അറിയാം എൻ്റെ കുഞ്ഞ് എവിടെ പോയി, പറയടി നീ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യടി, അതോ ഇനി നാട് കടത്തിയോ എൻ്റെ കുഞ്ഞിനെ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാമ കാർത്തികയുടെ കഴുത്തിനെ ഇങ്ങനെ പിടിച്ചെന്താണെന്നറിയോ കുലുക്കി അങ്ങ് ഭയങ്കര എക്സെൻട്രിക്കായിട്ട് ബിഹേവ് ചെയ്യുക. ആ സമയത്ത് ഈ സത്യഭാമ എന്താ ശ്യാമയുടെ കൈ പിടിച്ച് വിളിച്ച്, മതിയടി അവളെ നീ തൊട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിട്ട് രോഹിത്തിനോട് ചോദിക്കുക, രോഹിത്തെ നിനക്കറിയാമോ ഇത്രയും നാൾ ഇവിടെ അഭിനയിക്കാന്നുള്ള കാര്യം നിനക്കറിയാമായിരുന്നോ, ഇവർക്ക് ഒരു കുഴപ്പമില്ല നിനക്കറിയോ, എനിക്ക് അറിയത്തില്ല സത്യാമ്മ എന്ന് രോഹിത്തും കൂടെ പറയുമ്പോഴത്തേക്കും ശ്യാമയുടെ ചെവിക്കലിനിട്ട് ഒരെണ്ണം കൊടുക്കുവാണ് സത്യഭാമ. അപ്പോഴത്തേക്കും ശ്യാമ എന്താണെന്നറിയോ അവിടെ കറക്റ്റ് കിട്ടുന്ന അടിക്കാത്ത അങ്ങോട്ടേക്ക് ആ സെറ്റിയിലേക്ക് തന്നെ അങ്ങ് മറിഞ്ഞ് വീഴുക. ശ്യാമ നോക്കുമോ എല്ലാം കയ്യിൽ നിന്ന് പോയി ഉള്ള അവസ്ഥയ്ക്കകത്തേക്ക് എല്ലാം വന്നിരിക്കുമ്പോൾ എല്ലാവരും ശ്യാമയുടെ ഈ ഒരു ബിഹേവിയറും അതുപോലെ ശ്യാമയ്ക്ക് ഒരു കുഴപ്പമില്ല, ശ്യാമ ഇത്രയും നാളെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നോക്കി നിൽക്കുക. അല്ലെങ്കിൽ സത്യാമ്മയെ സത്യം എന്ന് പറഞ്ഞിട്ട് ആദ്യം കരഞ്ഞൊക്കെ നിൽക്കുക. ആ സമയത്ത് പറയുക, അപ്പം നീ നിൻ്റെ വീട്ടുകാരും കൂടെ ഒക്കെ ചെന്ന് മനഃപൂർവ്വം കള്ളക്കഥ ഉണ്ടാക്കി എന്നെ പറ്റിക്കണല്ലേ, അപ്പം ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് ഞങ്ങൾ ആരായി വിഡ്ഢികളായി, രാഘവേട്ടൻ കണ്ടില്ലേ ഇവളുടെ കുടുംബ പാരമ്പര്യത്തിൻ്റെ മഹിമ പെരും കള്ളികൾ എന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മേ ഞാൻ മാത്രമേ ഈ കാര്യം ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒന്നും കുഞ്ഞേച്ചിക്ക് അറിയത്തില്ല, കുഞ്ഞേച്ചി അറിഞ്ഞുകൊണ്ടല്ല ഈ കാര്യങ്ങളൊന്നും, എന്നോട് ക്ഷമിക്കണം സത്യാവസ്ഥ പറയുമ്പോഴത്തേക്ക് സത്യം പറയും, ഇടി ഒരക്ഷരം മിണ്ടിപ്പോലും നിന്നെ ഇപ്പം ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കി കളയ വേണ്ടത്, നിന്നെ ഉണ്ടല്ലോ ഈ വീട്ടിൽ ഞാൻ ഇറക്കി വിടും എന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമയുടെ സ്വരൂപം അങ്ങ് മാറുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന കാര്യം മാത്രമല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു കേട്ടാൽ എൻ്റെ മുന്നേ ഉള്ള ഏക മാർഗ്ഗം ഇത് മാത്രമാണ്, ഇങ്ങനെ അഭിനയിക്കാനേ എനിക്ക് തോന്നിയുള്ളൂ, എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനെ വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ എൻ്റെ മുന്നിൽ തോന്നി ഏക മാർഗ്ഗം. ഇതൊക്കെ വഴക്ക് പറയുമ്പോഴും ശ്യാമയ്ക്ക് അടികിട്ടുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷത്തിൽ രസിച്ച് നിൽക്കുവാണ് ഈ കാർത്തിക് എന്ന് പറഞ്ഞത്. അപ്പം ബാക്കി എല്ലാവർക്കും സങ്കടം, കാരണം വിഷ്ണുവിന് ഭയങ്കര അത്ഭുതം, കാരണം ഇത്രയും ത്യാഗമാണോ ശ്യാമ എന്നെ ഷാനെ ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തെന്ന രീതിയിൽ ഒരു ഭാഗം വിഷ്ണു, ഒരു ഭാഗം രോഹിത്തിന് എൻ്റെ അടുത്തെങ്കിലും സത്യം പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള ഒരു മോഹഭാവത്തിൽ രോഹിത്ത്. രാഘവേട്ടനാണ് ഈ ഭാമയെ കാരണം ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൂട്ടേണ്ടി വരുന്നു എന്ന് രാഘവേട്ടനെ ഒരു ഭാഗം നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഒക്കെ വഷളാവുമെന്ന് മനസ്സിലാക്കിയിട്ട് രോഹിത്ത് ഈ ശ്യാമയുടെ സത്യഭാമയുടെ നടുക്ക് കയറി വന്നിട്ട്, ശ്യാമ നിനക്ക് എന്നോടെങ്കിലും ഈ സത്യം പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ പൊട്ട ബുദ്ധിക്ക് അതൊന്നും തോന്നിയില്ല രോഹിത്ത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പം രോഹിത്ത് പിന്നെ ആ കാര്യം വിടും. എന്നിട്ട് രോഹിത്തിനെ തള്ളി മഴ ശ്യാമ മുന്നിലേക്ക് ചെന്നിട്ട് സത്യാമ്മയോട് പറയും, പക്ഷേ സത്യാമ്മ ഒരു കാര്യം അറിയണം, കാണിച്ച അവസ്ഥയിൽ ആ സാഹചര്യം മുതലെടുത്ത് ഇവിടെ നമ്മുടെ കുഞ്ഞിനോട് എന്തൊക്കെ ദ്രോഹങ്ങളാണ് കാണിച്ചെന്നറിയോ. ഇത് പറയുമ്പോൾ രോഹിത്തിനും അതുപോലെ തന്നെ ഈ നമ്മുടെ വിഷ്ണുവിനൊക്കെ ഭയങ്കര ഞെട്ടലാണ്, കാരണം കാർത്തിക നമ്മുടെ കുഞ്ഞിനോട് എന്തൊക്കെ ദ്രോഹം കാണിച്ചെന്ന് ശ്യാമ അങ്ങനെ പറയണമെങ്കിൽ വെറുതെ പറയത്തില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവക്കറിയാം സത്യാമ്മേ പപ്പിമോൾ എവിടാന്നുള്ള കാര്യം അറിയാം, പറയുന്നതിന് വീണ്ടും ഇവളുടെ കൊങ്ങക്കിട്ട് പിടിക്കുമ്പോഴത്തേക്കും സത്യഭാമ നടുക്കേറിയിട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് എന്താണ് ശ്യാമേനെ ഒരറ്റത്തേക്ക് മാറ്റി നിർത്തിയിട്ട് കാർത്തികെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പം കാർത്തിക് എന്താണ് ഭയങ്കര സന്തോഷം നിൽക്കുന്ന കാണിച്ച് ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന വിഷ്ണുവിനെ എല്ലാം കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എന്നെ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഇതാണ് ഇനി അടുത്ത കാണാവുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമൻസും ഷെയർ ലൈക്സിന് ആരും മറക്കണം കേട്ടോ. ബൈ.